നമസ്കാരം. CSI മധ്യകേരള മഹായിടവക വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ലീഡ മറിയം ജോർജ്. പ്രധാന വാർത്തകൾ. സ്ഥിരീകരണ ശുശ്രൂഷയും VBS സമാപനവും. പെൻസിൽവാനിയ CSI ക്രൈസ്റ്റ് ചർച്ചിൽ അനുഗ്രഹ നിമിഷങ്ങൾ. ഫിലഡൽഫിയ ഇമ്മാനുവൽ CSI സഭയിൽ സ്ഥിരീകരണ ശുശ്രൂഷ. 7 പേർ സഭയുടെ പൂർണ്ണാംഗത്വത്തിലേക്ക്. 52ാം സ്ഥാപക ദിനാഘോഷവും വിദ്യാർത്ഥി അനുമോദനവും സംഘടിപ്പിച്ച് ബിഷപ്പ് മുർ വിദ്യാപീഠം. അക്കാദമിക മികവിന്റെ ആഘോഷമായി പീറ്റ് മെമ്മോറിയൽ കോളേജിലെ കോൺവൊക്കേഷൻ. 100% വിജയനേട്ടം ആഘോഷിച്ച് കുഴിക്കാല CMS ഹയർ സെക്കൻഡറി സ്കൂൾ. ജനപ്രതിനിധികൾക്ക് കോട്ടയം പൗരാവലിയുടെ സ്വീകരണം. മഹായിടവക ബിഷപ്പ് ആശംസകൾ നേർന്നു. നല്ല പാഠം പ്രവർത്തനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടി പദ്ധതിയിലൂടെ തുടക്കം. മൂലേടം സ്കൂളിൽ ഉദ്ഘാടനം. മുട്ടമ്പലം സെയിന്റ് മാർക്ക് സഭയിൽ സ്ഥിരീകരണ ശുശ്രൂഷ. 30 പേർ സഭയുടെ പൂർണ്ണാംഗത്വത്തിലേക്ക്. മഹാത്മാഗാന്ധി സർവകലാശാല B.Ed സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ അക്സ എലിസബത്ത് മോട്ടിക്ക് 1ാം റാങ്ക്. കൃപ എൽസ റോയ്സിന് രസതന്ത്രത്തിൽ PhD. MG യൂണിവേഴ്സിറ്റി BA മൾട്ടിമീഡിയ പരീക്ഷയിൽ നഥാനിയൽ ജോസഫ് ചെറിയാന് 3ാം റാങ്ക്. കോശി ജോൺ തലക്കലിന് അമേരിക്കയിൽ ഈഗിൾ സ്കൗട്ട് പദവി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മുല്ലയ്ക്കൽ CMS LP സ്കൂളിൽ ഫുട്ബോൾ മത്സരം. മധ്യകേരള മഹായിടവക ദിനാചരണം ജൂലൈ 25-ന്. വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ച് ഭാരവാഹികൾ. CSI മധ്യകേരള മഹായിടവക യുവജന പ്രസ്ഥാനം സെൻട്രൽ സോൺ ഗോസ്ബൽ ടീം പ്രവർത്തനം. പറയനാലി സെന്റ് പോൾ CSI സഭയിൽ. നല്ല പാഠം പദ്ധതിയുടെ ഭാഗമായി ബേക്കർ മെമ്മോറിയൽ LP സ്കൂളിൽ വിപുലമായ വായനാ ദിനാചരണം. CSI മധ്യകേരള മഹായിടവക യുവജന പ്രസ്ഥാനം 7ാമത് അഖില കേരള ബിഷപ്പ് ഗിൽ സ്മാരക പ്രസംഗ മത്സരം 2026 ഓഗസ്റ്റ് 15-ന്. വ്യത്യസ്തമായ വായനാ ദിനം ആഘോഷിച്ച് അമയന്നൂർ CMS LP സ്കൂൾ. ബെഞ്ചമിൻ ബേലി മ്യൂസിയവും CMS കോളേജ് ലൈബ്രറിയും സന്ദർശിച്ച മടങ്ങി കുട്ടികൾ. വാർത്തകൾ വിശദമായി. യുഎസിലുള്ള പെൻസിൽവാനിയ CSI ക്രൈസ്റ്റ് ചർച്ചിൽ ജൂൺ 21-ന് നടത്തപ്പെട്ട സ്ഥിരീകരണ ശുശ്രൂഷയ്ക്ക് മഹായിടവക ബിഷപ്പ് നേതൃത്വം നൽകി. 12 കുട്ടികൾ പ്രതിഷ്ഠിക്കപ്പെട്ട് സഭയുടെ പൂർണ്ണാംഗത്വത്തിലേക്ക് പ്രവേശിച്ചു. സഭയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ VBSന്റെ സമാപന സമ്മേളനത്തിലും ബിഷപ്പ് പങ്കെടുത്തു. 50 കുട്ടികൾ പങ്കെടുത്ത VBS ഏറെ അനുഗ്രഹമായിരുന്നു. ആരാധനയുടെ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് റവറന്റ് ലിജോ ടി ജോർജ്, ബോർഡ് ഓഫ് ട്രസ്റ്റീസ് എന്നിവരാണ്. ഫിലഡൽഫിയ ഇമ്മാനുവൽ CSI സഭയിൽ ജൂൺ 28-ന് നടത്തപ്പെട്ട സ്ഥിരീകരണ ശുശ്രൂഷയ്ക്ക് ബിഷപ്പ് റൈറ്റ് റവറന്റ് ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ നേതൃത്വം നൽകി. 7 കുട്ടികൾ പ്രതിഷ്ഠിക്കപ്പെട്ട് സഭയുടെ പൂർണ്ണാംഗത്വത്തിലേക്ക് പ്രവേശിച്ചു. ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് റവറന്റ് സന്ദീപ് ജേക്കബ്, ബോർഡ് ഓഫ് ട്രസ്റ്റീസ് എന്നിവരാണ്. മാവേലിക്കര ബിഷപ്പ് മുർ വിദ്യാപീഠത്തിന്റെയും ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും 52ാമത് സ്ഥാപക ദിന വാർഷിക ആഘോഷവും സ്തോത്ര ശുശ്രൂഷയും ജൂൺ 10 ബുധനാഴ്ച സ്കൂൾ ക്യാമ്പസിൽ നടന്നു. സ്തോത്ര ആരാധനയ്ക്ക് ബിഷപ്പ് നേതൃത്വം നൽകുകയും പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും അനുഗ്രഹ പ്രഭാഷണം നിർവഹിക്കുകയും ചെയ്തു. മധ്യകേരള മഹായിടവക സെൽഫ് ഫിനാൻസിംഗ് സ്കൂളുകളുടെ മാനേജർ പ്രൊഫസർ ജോസഫ് തോമസ് മുഖ്യാതിഥിയായിരുന്നു. 2025-26 അധ്യയന വർഷം 10-12 ക്ലാസുകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കുള്ള അവാർഡ് ദാനവും ചടങ്ങിൽ നടന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ സാം ടി കുരുവിള, ബർസ റവറന്റ് ബിനു ടി ജോൺ, വൈസ് പ്രിൻസിപ്പൽ ശ്രീമതി സീന സൂസൻ സാം എന്നിവരെയും പ്രസ്തുത പരിപാടിയിൽ ക്രമീകരിച്ച സ്കൂൾ അധികൃതരെ എല്ലാവരെയും ബിഷപ്പ് അഭിനന്ദിച്ചു. പീറ്റ് മെമ്മോറിയൽ ട്രെയിനിംഗ് കോളേജിലെ 2024-26 B.Ed, 2023-25 M.Ed ഗ്രാജുവേഷൻസിന്റെ കോൺവൊക്കേഷൻ സെറമണി അനുഗ്രഹീതമായി നടത്തി. മഹായിടവക ബിഷപ്പും കോളേജിന്റെ മാനേജറുമായ റൈറ്റ് റവറന്റ് ഡോക്ടർ മലയിൽ സാബു കോശിച്ചെറിയാൻ മുഖ്യാതിഥിയായിരുന്ന ചടങ്ങിൽ കോളേജ് ബർസാർ റവറന്റ് മാത്യു ബി ജോർജ്, റവറന്റ് ഷിബിൻ വർഗീസ്, റവറന്റ് ഷിബു സെൽവരാജ് എന്നിവർ സന്നിഹിതരായിരുന്നു. കോളേജിന്റെ മുൻ പ്രിൻസിപ്പലും നിലവിൽ M.Ed HOD-യുമായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ജിബി ജോർജ് അക്കാദമിക് അഡ്രസ് നൽകി. പ്രിൻസിപ്പൽ ഡോക്ടർ അലിമോൾ വർഗീസ് തുടങ്ങി മറ്റ് അധ്യാപകർ സംസാരിച്ചു. 6 ഓപ്ഷണൽ വിഷയങ്ങളിൽ 1ാം സ്ഥാനം നേടിയവർ B.Ed ടോപ്പർ സേത് ലക്ഷ്മി ടി, M.Ed ടോപ്പറും യൂണിവേഴ്സിറ്റി തലത്തിൽ 6ാം റാങ്ക് ജേതാവുമായ മഞ്ജു മറിയം ബഹന്നാൻ, പാഠ്യേതര പ്രവർത്തനങ്ങളിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു.
കുഴിക്കാല CMS ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂൺ 11 നടന്ന സ്തോത്ര ശുശ്രൂഷയിലും അനുമോദന ചടങ്ങിലും മഹായിടവക ബിഷപ്പ് അധ്യക്ഷത വഹിച്ചു. ഹൈസ്കൂളിൽ 100% വിജയവും ഹയർ സെക്കൻഡറിയിൽ ഉന്നത വിജയവും സ്കൂൾ കൈവരിച്ചു എന്നത് ഏറെ ശ്ലാഘനീയമാണ്. വിജയികളായ വിദ്യാർത്ഥികൾ ഈ സമ്മേളനത്തിൽ സന്നിഹിതരായിരുന്നു. ആറന്മുള MLA അഡ്വക്കേറ്റ് അബിൻ വർക്കി മുഖ്യാതിഥിയായ സമ്മേളനത്തിൽ മല്ലപ്പുഴശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് C. ബെന്നി കുഴിക്കാല ഉൾപ്പെടെയുള്ള വിശിഷ്ടാതിഥികൾ പങ്കെടുത്തു. അവിടെയുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ നവീകരിച്ച ഓഡിറ്റോറിയവും തദവസരത്തിൽ ബിഷപ്പ് പ്രതിഷ്ഠിച്ചു. ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയ ലോക്കൽ മാനേജർ റവറൻ ഷാജി ജേക്കബ് തോമസ്, പ്രിൻസിപ്പൽ ശ്രീ ജിജി M. സക്രിയ, ഹെഡ് മാസ്റ്റർ ശ്രീ ഷിബു ജോയ്, അധ്യാപകർ, അനധ്യാപകർ എല്ലാവരെയും ബിഷപ്പ് അഭിനന്ദിച്ചു. കോട്ടയം പൗരാവലിയുടെ ആഭിമുഖ്യത്തിൽ ജൂൺ 13 KPS മേനോൻ ഹാൾ വെച്ച് നിയമസഭാ സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ജലസേചന വിഭവ വകുപ്പ് മന്ത്രി ശ്രീ മോൻസ് ജോസഫ്, ഏറ്റുമാനൂർ MLA ശ്രീ നാട്ടകം സുരേഷ് എന്നിവർക്ക് നൽകിയ സ്വീകരണത്തിൽ മധ്യകേരള മഹായിടവകയെ പ്രതിനിധീകരിച്ച് ബിഷപ്പ് റൈറ്റ് റവറൻ ഡോക്ടർ മലയിൽ സാബു കുശിച്ചെറിയാൻ പങ്കെടുത്തു. ശ്രീ ഫ്രാൻസിസ് ജോസഫ് MP മുഖ്യ സന്ദേശം നൽകി. പ്രസ്തുത സമ്മേളനത്തിൽ മഹായിടവക അധ്യക്ഷൻ ആശംസകൾ അറിയിച്ചു. മാർത്തോമ, ഓർത്തഡോക്സ്, യാക്കോബായ തുടങ്ങി വിവിധ എപ്പിസ്കോപ്പൽ സഭകളിലെ ബിഷപ്പുമാരും മറ്റു രാഷ്ട്രീയ സാമുദായിക നേതാക്കന്മാരും സന്നിഹിതരായിരുന്നു. നമ്മുടെ നാടിനെ തികഞ്ഞ നീതിബോധത്തോടെ നയിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കളെ ദൈവം സഹായിക്കട്ടെ എന്ന് ബിഷപ്പ് ആശംസിച്ചു. മൂലേടം NSM CMS LP സ്കൂളിലെ 2026-27 അധ്യയന വർഷത്തെ നല്ല പാഠം പ്രവർത്തനോദ്ഘാടനം ബുധനാഴ്ച നടത്തി. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സ്മരണാർത്ഥം കുട്ടികൾക്കായി ഒരുക്കിയ ഇഷ്ടപ്പെട്ടി തുറന്നുകൊണ്ടാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഉപയോഗ്യമായ വസ്തുക്കൾ ഇഷ്ടപ്പെട്ടിയിൽ നിക്ഷേപിക്കാൻ അവസരം നൽകുന്ന പദ്ധതിയുടെ ഉദ്ഘാടനം കോട്ടയം ഗവൺമെന്റ് കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ R. പ്രകാശ് നിർവഹിച്ചു. സ്കൂൾ ലോക്കൽ കറസ്പോണ്ടന്റ് റവറൻ സജി K. സാം അധ്യക്ഷത വഹിച്ച മീറ്റിംഗിൽ ഹെഡ് മിസ്ട്രസ് ജാസ്മിൻ ജോസഫ്, മറ്റധ്യാപകർ എന്നിവർ പ്രസംഗിച്ചു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഇഷ്ടപ്പെട്ടി പദ്ധതിയിലൂടെ ശേഖരിക്കുന്ന വസ്തുക്കൾ അർഹരായവരെ കണ്ടെത്തി വിതരണം ചെയ്യുമെന്ന് നല്ല പാഠം കോർഡിനേറ്റർമാരായ സ്മിത M. ജേക്കബും ടിറ്റു എലിസബത്ത് ജോൺസണും അറിയിച്ചു. പങ്കുവെക്കലിന്റെയും കാരുണ്യത്തിന്റെയും സന്ദേശം കുട്ടികളിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനമായാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. കോട്ടയം വൈദിക ജില്ലയിൽ മുട്ടമ്പലം CSI സെന്റ് മാർക്സ് സഭയിൽ ജൂൺ 14 നടന്ന സ്ഥിരീകരണ ശുശ്രൂഷയ്ക്ക് മഹായിടവക അധ്യക്ഷൻ നേതൃത്വം നൽകി. മുട്ടമ്പലം സഭയിലെയും കൂടാതെ മുക്കൂട്ടുതറ, പുതുവൽ, തീപ്പനി സഭകളിലെയും കുട്ടികൾ ഉൾപ്പെടെ 30 പേർ പ്രതിഷ്ഠിക്കപ്പെട്ട സഭയുടെ പൂർണ്ണാംഗത്വത്തിലേക്ക് പ്രവേശിച്ചു. ഫിസിക്സിൽ PhD നേടിയ മുട്ടമ്പലം സഭാംഗമായ ശ്രീ റോഷൻ ജോസഫ് മാത്യുവിനെ തദവസരത്തിൽ ആദരിച്ചു. കൂടാതെ പരിസ്ഥിതി ഞായറുമായി ബന്ധപ്പെട്ട് ഫലവൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുകയും സ്ഥിരീകരണാർത്ഥികൾക്ക് വൃക്ഷത്തൈകൾ നൽകുകയും ചെയ്തു. ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഇടവക വികാരി റവറൻ ബിനോയ് P. ജോസഫ്, ചർച്ച് കമ്മിറ്റി എന്നിവരാണ്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ B.Ed സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി പരീക്ഷയിൽ കൊമ്പനാൽ CSI സഭാംഗമായ പീടികപ്പറമ്പിൽ കുമാരി അക്സ എലിസബത്ത് മോട്ടിക്ക് മഹാത്മാഗാന്ധി സർവകലാശാല 1ാം റാങ്ക്. പീടികപ്പറമ്പിൽ മോട്ടി ജോസഫിന്റെയും ശ്രീമതി LC മോട്ടിയുടെയും മകളുമായ കുമാരി അക്സ എലിസബത്ത് മോട്ടി കൊമ്പനാൽ സഭയുടെ യുവജന പ്രസ്ഥാനം, സഭാ കമ്മിറ്റി അംഗം എന്നീ നിലയിൽ പ്രവർത്തിച്ചു വരുന്നു. വെച്ചുച്ചിറ സെയിന്റ് ബർണബാസ് CSI ഇടവക അംഗമായ കൃപ എൽസ റോയ്സ് രസതന്ത്രത്തിൽ PhD നേടി. ഡെവലപ്മെന്റ് ഓഫ് ഹെട്രോസൈക്കിൾസ് ആസ് ഫോട്ടോസെൻസിറ്റൈസേഴ്സ് ഫോർ ദ ആപ്ലിക്കേഷൻ ഓഫ് ഡൈസെൻസിറ്റൈസ്ഡ് സോളാർ സെൽസ് എന്ന വിഷയത്തിലാണ് PhD. വെല്ലൂർ ബെത്സേദ ഗൈഡൻസ് സെന്ററിൽ സേവനം ചെയ്യുന്ന റവറൻ വിജോ T. ജോസഫാണ് ഭർത്താവ്. റോയ്സ് വർഗസ്, ജെസിയ കോശി എന്നിവരാണ് മാതാപിതാക്കൾ. ഓബത് ജോസഫ് വിജോ മകനാണ്. MG യൂണിവേഴ്സിറ്റി BA മൾട്ടിമീഡിയ പരീക്ഷയിൽ നഥാനിയൽ ജോസഫ് ചെറിയാന് 3ാം റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നു. നഥാനിയൽ കോട്ടയം CSI ഹോളി ട്രിനിറ്റി കത്തീഡ്രൽ ഇടവകാംഗമാണ്. മണമേൽ പുഞ്ചിരി മഞ്ചിത് ചെറിയാൻ, ഷിയ ജോൺ എന്നിവരാണ് മാതാപിതാക്കൾ. മന്ദിരം ഹോസ്പിറ്റലിൽ സേവനം ചെയ്യുന്ന ഡോക്ടർ ജോസഫ് ചെറിയാന്റെ കൊച്ചുമകനാണ് നഥാനിയൽ. കോശി ജോൺ തലക്കലിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ഈഗിൾ സ്കൗട്ട്സ് പദവി ലഭിച്ചു. രാജ്യത്ത് യുവജനങ്ങൾക്ക് ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഉയർന്ന പദവിയാണ് ഈഗിൾ സ്കൗട്ട്. ഈ പദവി ലഭിക്കുന്നതിന് ഫസ്റ്റ് എയ്ഡ്, പൗരബോധം, ക്യാമ്പിംഗ്, നേതൃത്വ പാഠവും തുടങ്ങി വിവിധ മേഖലകളിൽ നിശ്ചിത എണ്ണം മെറിറ്റ് ബാഡ്ജുകൾ നേടുകയും വിവിധ ഉത്തരവാദിത്ത സ്ഥാനങ്ങളിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ട് നേതൃത്വ ശേഷി തെളിയിക്കുകയും സമൂഹത്തിന് ഗുണകരമായ ഒരു പ്രധാന സേവന പദ്ധതി ഈഗിൾ സ്കൗട്ട് പ്രൊജക്ട് വിജയകരമായി പൂർത്തിയാക്കുകയും വേണം.
ഫിലാഡൽഫിയ ഇമ്മാനുവൽ CSI സഭാംഗമായ കോശി ജോൺ തലയ്ക്കൽ യുവജന പ്രസ്ഥാനം, ഗായക സംഘം തുടങ്ങി ദേവാലയത്തിലെ എല്ലാ ശുശ്രൂഷകളിലും സജീവ സാന്നിധ്യമാണ്. ചേസ് ജോൺ കോശി, രഞ്ജിനി ജോൺ എന്നിവരാണ് മാതാപിതാക്കൾ. ലഹരിക്കെതിരെ കേരള സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മുല്ലയ്ക്കൽ CMS LP സ്കൂളിലെ നല്ല പാഠം ക്ലബ് അംഗങ്ങൾ കുട്ടികളെ സ്പോർട്സിലേക്ക് ആകർഷിക്കുന്നതിനും ലഹരിക്കെതിരെ പോരാടുന്നതിനും ലോകകപ്പ് ഫുട്ബോളിന്റെ ഇഷ്ടപ്പെട്ട ടീമിന്റെ ജേഴ്സി അണിഞ്ഞ് കുട്ടികൾ ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുത്തു. ഹെഡ് മിസ്ട്രസ് ശ്രീമതി ജയ കുര്യൻ ഗോളടിച്ച് ഫുട്ബോൾ മത്സരം ഉദ്ഘാടനം ചെയ്തു. അധ്യാപകരായ ശ്രീ എബിൻ ടി രാജു, ശ്രീമതി ഫാത്തിമ BVS, ശ്രീമതി ജുമൈലത്ത് AK, ശ്രീമതി ഷീജ സനു, നല്ലപാഠം കോർഡിനേറ്റർമാരായ മിസ് ചിഞ്ചു തോമസ്, മിസ് സൗമ്യ മാത്യു എന്നിവർ പ്രസംഗിച്ചു. ആംഗ്ലിക്കൻ മിഷണറിമാരിലൂടെ സ്ഥാപിതമായ നമ്മുടെ മഹാ ഇടവക 148 വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ 2 നൂറ്റാണ്ടുകാലം കേരളത്തിന്റെ ആത്മീയ, സാംസ്കാരിക, സാമൂഹ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തുവാനും സാമൂഹ്യ പുരോഗതിക്ക് അടിത്തറയൊരുക്കുവാനും മധ്യകേരള മഹാ ഇടവകയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഏറെ പ്രസ്താവ്യവുമാണ്. അളവറ്റ ദൈവകൃപയോർത്ത് നന്ദി കരയേറ്റുന്നതിനും സമൂഹമധ്യേ നമ്മുടെ മഹാ ഇടവക കഴിഞ്ഞ കാലങ്ങളിൽ നൽകിയ സംഭാവനകളെ അനുസ്മരിക്കുന്നതിനും ഉചിതമായി നമ്മുടെ മഹാ ഇടവക ദിനം ആചരിക്കുന്നതിനുമാണ് ആഗ്രഹിക്കുന്നത് എന്ന് ഭാരവാഹികൾ അറിയിച്ചു. മഹാ ഇടവക ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന വിവിധ പരിപാടികളും പ്രധാനപ്പെട്ട തീയതികളും ഇങ്ങനെയാണ്. ജൂലൈ 11 കോട്ടയം CMS കോളേജിൽ ചരിത്ര സെമിനാർ നടത്തപ്പെടും. മാവേലിക്കര CSI ക്രൈസ്റ്റ് ചർച്ചിൽ ജൂലൈ 18 മേഖലാ സമ്മേളനം നടത്തപ്പെടും. ജൂലൈ 19 പ്രാദേശിക ഇടവകകളിൽ പതാക ദിനമായി ആചരിക്കും. ജൂലൈ 25 വിശുദ്ധ യാക്കോബിന്റെ ദിനത്തിൽ മഹാ ഇടവക ഓഫീസ് ചാപ്പലിൽ രാവിലെ സ്തോത്ര ആരാധനയോടെ മഹാ ഇടവക ദിനാഘോഷം പ്രാർത്ഥനാപൂർവം ആരംഭിക്കുന്നതിനും ഉച്ചകഴിഞ്ഞ് കോട്ടയം റിട്രീറ്റ് സെന്ററിൽ സമുചിതമായ യോഗവും നടത്തപ്പെടും. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, ഗായക സംഘാംഗങ്ങൾ, സഭാജനങ്ങൾ എന്നിവർക്കായി വിവിധ മത്സരങ്ങളും ഇത്തവണ മഹാ ഇടവക ദിനാഘോഷത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്നു. എല്ലാവരും പ്രാർത്ഥനാപൂർവം ശുശ്രൂഷകളിൽ പങ്കെടുക്കണമെന്ന് അധികൃതർ അറിയിച്ചു. CSI മധ്യകേരള മഹാ ഇടവക യുവജന പ്രസ്ഥാനം സെൻട്രൽ സോൺ ഗോസ്ബൽ ടീം പ്രവർത്തനം ഓമല്ലൂർ ഇടവകയുടെ ഉപസഭയായ പറയനാലി സെന്റ് പോൾ CSI സഭയിൽ നടത്തി. രാവിലെ 9 ആരംഭിച്ച വിശുദ്ധ ആരാധനയ്ക്ക് മഹാ ഇടവക യുവജന പ്രസ്ഥാനം ജനറൽ സെക്രട്ടറി റവറൻ ലിനോ S. ജോൺ നേതൃത്വം നൽകി. ഇലന്തൂർ ജില്ലാ യുവജന പ്രസ്ഥാനാംഗം ശ്രീമതി പ്രിയങ്ക മത്തായി വചന ശുശ്രൂഷ നിർവഹിച്ചു. വിശുദ്ധ ആരാധനയ്ക്ക് ശേഷം ഭവനങ്ങളിൽ സന്ദർശനം നടത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. യുവജന പ്രസ്ഥാനം കേന്ദ്ര പ്രവർത്തക സമിതിയും ഗോസ്ബൽ ടീം ഭാരവാഹികളും സന്നിഹിതരായിരുന്നു. യോഗത്തിന് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്ത സഭാ ശുശ്രൂഷകൻ ഇവാഞ്ചലിസ്റ്റ് അജിൻ ജോൺ സാറിനോടും സഭാ നേതൃത്വത്തോടും യുവജനാംഗങ്ങളോടും മഹാ ഇടവക ഭാരവാഹികൾ നന്ദി അറിയിച്ചു. നല്ല പാഠ പദ്ധതിയുടെ ഭാഗമായി ബേക്കർ മെമ്മോറിയൽ LP സ്കൂളിൽ വായനാ ദിനം വിപുലമായി ആചരിച്ചു. സ്കൂൾ മാനേജർ റവറൻ സിബി മാത്യുവിന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച പ്രസ്തുത മീറ്റിംഗിൽ ഹെഡ് മിസ്ട്രസ് ശ്രീമതി റേച്ചൽ സിസി മണി ഏവർക്കും സ്വാഗതം അറിയിച്ചു. തുടർന്ന് റിട്ടയർഡ് അധ്യാപിക ശ്രീമതി ജെസി തോമസ് ആ എന്ന അക്ഷരം മണ്ണിലെഴുതി വായനാ ദിനം ഉദ്ഘാടനം ചെയ്യുകയും വായനാ ദിന സന്ദേശം നൽകുകയും ചെയ്തു. ചടങ്ങിൽ CMS കോളേജ് മുൻ പ്രിൻസിപ്പൽ പ്രൊഫസർ CA എബ്രഹാം സ്കൂൾ ലൈബ്രറിയുടെ പുനരുദ്ഘാടനം നിർവഹിക്കുകയും വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ നിഘണ്ടു പ്രകാശനം നടത്തുകയും ചെയ്തു. സ്കൂളിൽ തയ്യാറാക്കിയ പോസ്റ്റ് ബോക്സ് മാതൃകയിൽ കുട്ടികൾ തങ്ങളുടെ അവധിക്കാല അനുഭവങ്ങൾ തയ്യാറാക്കി ഹെഡ് മിസ്ട്രസിന് വലിയ കൊച്ചമ്മയ്ക്ക് ഒരു കത്ത് എന്ന പേരിൽ നിക്ഷേപിച്ചു. വിദ്യാർത്ഥിനി നിവ്യ നിഷാന്ത് വായനാ ദിന പ്രസംഗം അവതരിപ്പിച്ചു. കുട്ടികൾ സ്വന്തമായി എഴുതി തയ്യാറാക്കിയ ബാഡ്ജ് ധരിച്ചാണ് അന്നേ ദിവസം എത്തിയത്. കൂടാതെ വിദ്യാർത്ഥികൾ കോട്ടയം പബ്ലിക് ലൈബ്രറി സന്ദർശിച്ച് പുസ്തക ശേഖരണവും ലൈബ്രറി പ്രവർത്തനങ്ങളും പരിചയപ്പെട്ടു. വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾ, സമ്മാനദാനം, ദൃശ്യാവിഷ്കാരം, കലാപരിപാടികൾ എന്നിവയും സംഘടിപ്പിച്ചു. ബേക്കർ മെമ്മോറിയൽ ഗേൾസ് ഹൈസ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയ പുസ്തക വണ്ടിയിലെ പുസ്തകങ്ങൾ പൂർവ്വ വിദ്യാർത്ഥിനി ഊർമിള A. നായർ പരിചയപ്പെടുത്തുകയുണ്ടായി. തുടർന്ന് ശ്രീമതി കവിത R.ന്റെ കൃതജ്ഞതയോടെ പരിപാടി പര്യവസാനിച്ചു. വായനാ വാരവുമായി ബന്ധപ്പെടുത്തി എല്ലാ ദിവസവും വിവിധ മത്സരങ്ങൾ നടത്തിവരുന്നു. CSI മധ്യകേരള മഹാ ഇടവക യുവജന പ്രസ്ഥാനം 7ാമത് അഖില കേരള ബിഷപ്പ് ഗിൽ സ്മാരക പ്രസംഗ മത്സരം 2026 ഓഗസ്റ്റ് 15 ശനി രാവിലെ 9 മണിക്ക് CMS കോളേജ് തിയേറ്റർ ഹാളിൽ നടത്തപ്പെടും. നല്ല പാഠം പദ്ധതിയുടെ ഭാഗമായി വിവിധ സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും
വ്യത്യസ്തമായ കർമ്മ പരിപാടികൾ സംഘടിപ്പിച്ചപ്പോൾ അമയന്നൂർ CMS LP സ്കൂൾ വേറിട്ടു നിന്നത് അവർ സന്ദർശിക്കുവാൻ തിരഞ്ഞെടുത്ത സ്ഥലങ്ങൾ കൊണ്ട് തന്നെയാണ്. മറ്റ് സ്കൂളുകൾ വായനയുടെ പ്രാധാന്യം കുട്ടികൾക്ക് പകർന്നു കൊടുക്കുവാൻ ശ്രമിച്ചപ്പോൾ ആധുനിക മലയാള ഭാഷയുടെ വളർച്ചയും അത് പിന്നിട്ട നാൾ വഴികളും അതിനു പിന്നിൽ പ്രവർത്തിച്ച CMS മിഷണറിമാരുടെ ത്യാഗോജ്വലമായ ജീവിതവും അമയന്നൂർ CMS LP സ്കൂളിലെ കുട്ടികൾക്ക് നവ്യാനുഭവമായി. മധ്യകേരള മഹായിടവക ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ബെഞ്ചമിൻ ബെയ്ലി മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ അച്ചടി യന്ത്രം, മലയാള ഭാഷയുടെ വളരെ കൃത്യമായ വളർച്ച ഹ്രസ്വമായി അവതരിപ്പിക്കുന്ന 30 മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി എന്നിവ കാണുകയും 200 വർഷങ്ങൾക്ക് മുമ്പ് അച്ചടിയുടെ ആകമാനമായ എല്ലാ പ്രവർത്തനങ്ങളെ പറ്റിയും മ്യൂസിയത്തിൽ ഘട്ടം ഘട്ടമായി വിവരിച്ചു പറയുകയും ചെയ്തപ്പോൾ കുട്ടികൾ ആവേശഭരിതരായി. അതിനുശേഷം ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കലാലയമായ CMS കോളേജും ലൈബ്രറിയും സന്ദർശിച്ചാണ് കുട്ടികളും അധ്യാപകരും മടങ്ങിയത്. മറക്കാനാവാത്ത അനുഭവമായിരുന്നു ഈ വായനാ ദിനമെന്ന് LP സ്കൂൾ പ്രധാനാധ്യാപിക ശ്രീമതി TM തങ്കമ്മ അറിയിച്ചു. സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ദേവാലയങ്ങളിൽ നിന്നുമായി ബെഞ്ചമിൻ ബെയ്ലി മ്യൂസിയം സന്ദർശിക്കുന്നതിനായി ഏവർക്കും കടന്നു വരാമെന്ന് അധികൃതർ അറിയിച്ചു. സന്ദർശനം ബുക്ക് ചെയ്യുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചിരിക്കുന്നു. അടുത്ത വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.